അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നാളെ മരണപ്പെട്ടതിന് ശേഷം റബ്ബിൻ്റെ അടുക്കിലേക്ക് നമ്മളെ കൊണ്ടുവരപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമന്മാരായി, ഏറ്റവും സ്വീകാര്യതയുള്ളവരായി, ശ്രേഷ്ഠവാന്മാരായി, ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുന്ന വ്യക്തിയായി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത്, വിശുദ്ധ ഇസ്ലാമിലായിട്ട് മുഅ്മിനായി ജനിക്കാൻ സാധിച്ചു. അങ്ങനെ ദീർഘകാലം അദ്ദേഹം ജീവിക്കുന്നു. ആ ജീവിക്കുന്ന കാലമത്രയും റബ്ബിനെ തസ്ബീഹ് ചൊല്ലി, റബ്ബിനെ തക്ബീർ ചൊല്ലി, അള്ളാഹു നൽകിയ നിഅമത്തുകൾക്കൊക്കെ നന്ദിയുള്ളവനായി അള്ളാഹു തആലാക്ക് ഹംദ് ചൊല്ലി ഇങ്ങനെ സൽക്കർമ്മങ്ങളിലായ ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുകയാണെങ്കിൽ അവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ, ഏറ്റവും ശ്രേഷ്ഠവാൻ, ഏറ്റവും ഭാഗ്യം ലഭിച്ചവനെന്ന് ഹബീബായ സയ്യിദുൽ വജൂദ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മഹാനായ ഇമാം ഹാക്കിം റളിയല്ലാഹു തആല അൻഹു ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ദീർഘമായ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, ലൈസ അഹദുൻ അഫ്ളല ഇൻദല്ലാഹി മിൻ മുഅ്മിനിൻ യുഅമ്മറു ഫിൽ ഇസ്ലാം. ഇസ്ലാമിലായ മുസ്ലിമായ നിലക്ക് ദീർഘായുസ് ലഭിച്ചൊരു വ്യക്തിയേക്കാൾ ഉന്നതനായ ശ്രേഷ്ഠവാന്മാരായി മറ്റാരും അള്ളാഹുവിൻ്റെ അടുക്കലില്ല. എന്തേ കാരണം? ലിതക്ബീരിഹി, അദ്ദേഹം അള്ളാഹു തആലാക്ക് ധാരാളം തക്ബീർ ചൊല്ലി അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തുന്നു. അള്ളാഹു അക്ബർ, അള്ളാഹുവിന് ആണ് ഏറ്റവും വലിയ മഹാൻ എന്ന് അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തുന്നു. വദി തഹ്മീദിഹി, അതുപോലെ തന്നെ ഏത് നിഅമത്ത് ലഭിച്ചാലും എല്ലാ അവസരങ്ങളിലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഇങ്ങനത്തെ തഹ്മീദ് ചൊല്ലുന്നു. അള്ളാഹു തആലാക്ക് അങ്ങേയറ്റം ഹംദ് പറയുന്നു. വൽ തഹ്ലീലിഹി, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈമാൻ ശക്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ധാരാളമായി മനസ്സറിഞ്ഞുകൊണ്ട് തഹ്ലീൽ ചൊല്ലുന്നു. ഇങ്ങനെ എന്തെല്ലാം നന്മകൾ പറയാൻ സാധിക്കുന്നുവോ, ചെയ്യാൻ കഴിയുന്നുവോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം നിർവഹിക്കുന്നു. ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവനാണെങ്കിൽ കൃത്യമായി ഹജ്ജ് നിർവഹിക്കുന്നു. സകാത്ത് കൃത്യമായി കണക്കനുസരിച്ച് കൊടുക്കുന്നു. വർഷാവർഷം വിശുദ്ധ റമളാൻ ഷരീഫിൽ പ്രത്യേകിച്ചും അല്ലാത്ത സമയങ്ങളിലും നോമ്പനുഷ്ഠിക്കുന്നു. കൃത്യമായി ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ വേണ്ടി പള്ളിയിലേക്ക് അദ്ദേഹം പോകുന്നു. അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നു. ഇങ്ങനെ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹു നൽകിയ വലിയ ആയുസ് അത് റബ്ബിൻ്റെ റിളയിലായി, അവൻ്റെ വൃത്തത്തിലായി, അവനെ തസ്ബീഹ് ചൊല്ലിയിട്ട് അവൻ്റെ മഹത്വങ്ങൾ വാഴ്ത്തി പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഒരാൾക്ക് ജീവിച്ച് മരിക്കാൻ വേണ്ടി സാധിച്ചുവെങ്കിൽ അവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യതയുള്ളവൻ, ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന വ്യക്തി എന്നാണ് മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബ് നൽകിയ ആയുസ് അത് മുഴുവനും അള്ളാഹുവിൻ്റെ റിളയിലായി, അവൻ്റെ പൊരുത്തത്തിലായി, അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലായി ചിലവഴിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി നാം മനസ്സിലാക്കണം. എത്ര ചെറിയ നന്മയാണെങ്കിലും നമ്മൾ അത് ഒഴിവാക്കാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്നൊരു പ്രാവശ്യം ചൊല്ലാൻ കഴിഞ്ഞാൽ അതായിരിക്കും നാളെ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടാവുക. അതുപോലെ തന്നെ അല്ലാഹു തആല അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലുക. റബ്ബ് നൽകിയ നിഅമത്തുകൾ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് പറയാൻ നമുക്ക് സാധിച്ചാൽ റബ്ബ് വീണ്ടും വീണ്ടും നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ജീവിതകാലം മുഴുവനും അള്ളാഹുവിൻ്റെ റിളയിലായി, നന്മയിലായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നാം ആണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അള്ളാഹു അക്കൂട്ടരിൽ നമ്മയും ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.